തമിഴ്നാട് തിരുവാരൂർ ജില്ലയിലുണ്ടായ ഒരു അപകടത്തിലേക്കാണ് വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ രജിനാഥ്, രാജേഷ്, സജിത്ത്, രാഹുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ 7 വിനോദസഞ്ചാരികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ ജിനാഥുണ്ട്. രാഹുൽ, ഇതെപ്പോഴായിരുന്നു ഈ അപകടം? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണോ മരണം? മറ്റുള്ളവരുടെ സ്ഥിതി എങ്ങനെ? ഇന്ന് രാവിലെ 6:30-ക്കാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടാകുന്നത്. വേളാങ്കണ്ണിയിലേക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് പോയ സംഘമാണ്, 7 പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത്. ഇവർ നിർമ്മാണ തൊഴിലാളികളാണൊപ്പം സുഹൃത്തുക്കളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഈക്കോ, അതായത് ഓമിനി മോഡലിലുള്ള 7 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഈക്കോ വാഹനത്തിലാണ് അങ്ങോട്ടേക്ക് പോയത്. രാവിലെ ഈ പുതുപ്പേട്ട എന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന് അടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാർ ബസ്സും ഈ വാനും കൂട്ടിയിടിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേർ തൽക്ഷണം മരണപ്പെട്ടു. 3 പേർ ഗുരുതര പരിക്കുകളുമായി ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പേരും അതിൽ 4 പേർ നെയ്യാറ്റിൻകര സ്വദേശികളാണ്, 3 പേർ കാഞ്ഞിരംകുളം സ്വദേശികളാണ്. എന്തായാലും ദൗർഭാഗ്യകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ദിവിഷ്, രാഹുൽ, എപ്പോഴത്തേക്ക് ഈ മൃതദേഹങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും? നടപടികളൊക്കെ പൂർത്തിയായോ? ഇപ്പോൾ എന്തായാലും ഈ പുതുപ്പേട്ടയ്ക്ക് അടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങളുള്ളത്. ചികിത്സയിലുള്ളവർ അവിടെ തന്നെയാണ് തുടരുന്നത്. മേൽ നടപടികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരംകുളത്ത് നിന്നും ബന്ധുക്കളോ മറ്റോ ഉണ്ടോ എന്നുള്ള അന്വേഷണം, അവരുമായി ബന്ധപ്പെട്ട് മരണവാർത്ത അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിനുശേഷമാകും എപ്പോഴാണ് മൃതദേഹങ്ങൾ എത്തിക്കുക, ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്, അവരെ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്നുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും.